എറണാകുളം ബസിലിക്കയിൽ സംഘർഷ സാധ്യത. നിരാഹാരമിരുന്ന വൈദികരെ മാറ്റാൻ പോലീസ് ശ്രമിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധമുണ്ടായത്. പോലീസ് നടപടിക്കെതിരെ ഡിജിപിക്കും കമ്മീഷണർക്കും പരാതി നൽകുമെന്ന് അൽമായ മുന്നേറ്റ സമിതി അറിയിച്ചു. കൂടുതൽ വിശ്വാസികളും വൈദികരും എത്തി ബസിലിക്കയ്ക്ക് മുന്നിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് അൽമായ മുന്നേറ്റത്തിന്റെ തീരുമാനം. ജനാധിപത്യ രാജ്യത്ത്, മതേതര രാജ്യത്ത് ഒരു മതമേലധ്യക്ഷത കൽപ്പന നടപ്പിലാക്കാൻ വേണ്ടി പോലീസ് ഉണ്ടെങ്കിൽ ഇവർ നമ്മുടെ പൈസ മേടിച്ചിട്ടല്ലേ ചെയ്യുന്നത്? ഇവിടെ ഇറാനിൽ മത പോലീസ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കേരളത്തില് മത പോലീസ് ഉണ്ടോ? ഒരു റിലീജിയസ് പോലീസ്? ഞങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ ഡോക്യുമെന്റ് ഉണ്ടോ? ഡോക്യുമെന്റ് കാണിക്കാനില്ല. നിങ്ങളുടെ അറസ്റ്റ് വാറന്റ് ഉണ്ടോ? ഇല്ല. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തേക്കാൻ പറഞ്ഞു. അവർ റെഡിയല്ല. ബലമായിട്ട് പിടിച്ച് വൈദികര് ആരെങ്കിലും ആകട്ടെ, വൈദികരാകട്ടെ മനുഷ്യരാകട്ടെ, നിയമവിരുദ്ധമായിട്ട് പോലീസ്, നിയമം പാലിക്കേണ്ട പോലീസ് നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അഹമ്മദ് മുസ്തഫ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കും. മുസ്തഫ, നിലവിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോഴും പ്രതിഷേധ സാധ്യത അല്ലെങ്കിൽ സംഘർഷ സാധ്യത നിലനിൽക്കുകയാണോ? സ്നേഹ, ഇപ്പോഴും ഈ ബസിലിക്കയ്ക്ക് മുമ്പിൽ വിശ്വാസികളും അതോടൊപ്പം തന്നെ അൽമായ മുന്നേറ്റ സമിതിയും വൈദികരുമൊക്കെ തടിച്ചുകൂടി നിൽക്കുകയാണ്. കൂടുതൽ പേർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് ഈ അൽമായ മുന്നേറ്റ സമിതിയും അതോടൊപ്പം തന്നെ വൈദികരുമൊക്കെ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സഭയ്ക്കകത്തുള്ള ചില തർക്കങ്ങൾ, എറണാകുളം അങ്കമാലി അതിരൂപതയും അതോടൊപ്പം തന്നെ അതിനകത്തുള്ള വിശ്വാസികളും ഈ അൽമായ മുന്നേറ്റ സമിതിയുമൊക്കെ തുടരുന്ന ഈ പ്രശ്നങ്ങൾ, അതിൽ ഒരു ചർച്ച നടത്താൻ വേണ്ടിയാണ് വൈദികർ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈ കുർബാന അർപ്പിച്ചതുമായി ബന്ധപ്പെട്ട് 4 വൈദികരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ആ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു ചർച്ച നടത്താൻ കഴിഞ്ഞ ദിവസം നിരാഹാരമെടുത്തിരുന്നു. ഇപ്പോൾ സിനഡ് കൂടുന്നുണ്ടെങ്കിൽ പോലും ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാത്തൊരു സാഹചര്യത്തിൽ ഈ ബിഷപ്പുമായും അതോടൊപ്പം തന്നെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുമായും ഒക്കെ ചർച്ച നടത്തണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് അതിനുവേണ്ടി ആണ് ഇപ്പോൾ ഈ ബിഷപ്പ് ഹൗസിന് ഉള്ളിലും അതോടൊപ്പം തന്നെ ബസിലിക്കകത്തും ഉള്ള 21ഓളം വൈദികർ അകത്ത് കയറുകയും നിരാഹാരം ഇരിക്കുകയും ഒക്കെ ചെയ്തത്. ഇന്നിപ്പോൾ ബിഷപ്പ് ഈ സിനഡ് കഴിഞ്ഞ് തിരിച്ചെത്താനിരിക്കുകയാണ്. പക്ഷേ ഇന്ന് രാവിലെ പോലീസ് അകത്ത് കയറി ഈ ബിഷപ്പ് ഹൗസിൽ നിന്ന് വൈദികരെ ബലം പ്രയോഗിച്ച് മാറ്റാനുള്ള ഒരു നീക്കമാണ് അത് ഈ സംഘർഷത്തെ അല്ലെങ്കിൽ ഈ സമരത്തെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ACPക്കെതിരെയും അതോടൊപ്പം തന്നെ പോലീസ് നടപടിക്കെതിരെയും ശക്തമായ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇപ്പോൾ പറയുന്നത്, ഈ പോലീസിന്റെ നടപടിക്കെതിരെ, പ്രത്യേകിച്ച് വൈദികരെ പരിക്കേൽപ്പിച്ച ഈ പോലീസിന്റെ നടപടിക്കെതിരെ DGPക്കും അതോടൊപ്പം തന്നെ പോലീസിന്റെ കമ്മീഷണർക്കും പരാതി നൽകാനുള്ള ഒരു നീക്കമാണ് ഈ സമരക്കാരുടെ അല്ലെങ്കിൽ പ്രതിഷേധക്കാരുടെ അൽമായ മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അറസ്റ്റാണെങ്കിൽ ഈ ബിഷപ്പ് ഹൗസിൽ നിന്ന് വൈദികരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണെങ്കിൽ അത് പൂർണ്ണമാക്കണം. അല്ലാതെ ബിഷപ്പ് ഹൗസിൽ നിന്ന് പകുതി മാറ്റി ഈ ബസിലിക്കയുടെ കോമ്പൗണ്ടിൽ കൊണ്ടിട്ട് വൈദികർക്ക് പരിക്കേൽക്കുന്ന രൂപത്തിലുള്ള പോലീസ് നടപടി ഒരു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല എന്നതുൾപ്പെടെയുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇവർ പറയുന്നുണ്ട്. ഈ ACP പറഞ്ഞ ചില വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട്, അതായത് ACP ചില വാക്കുകൾ പറഞ്ഞത് ഇത് സർക്കാർ തീരുമാനമാണ്, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ACP നടത്തിയ നീക്കമാണ്, അതിൽ ACP ജയകുമാറിന് വ്യക്തിപരമായി പങ്കില്ല, അങ്ങനെ പറഞ്ഞ വാക്കുകളെ പിടിച്ചാണ് ഇപ്പോൾ സമരം കൂടുതൽ ശക്തമാകുന്നത്. ACP ജയകുമാർ നീതി പാലിക്കണം, സർക്കാരിന്റെ രാഷ്ട്രീയപരമായ തീരുമാനമാണ് എങ്കിൽ ഞങ്ങൾക്കും പ്രത്യേകമായ രാഷ്ട്രീയമായ തീരുമാനം എടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് 6 ലക്ഷം വിശ്വാസികളും അതോടൊപ്പം തന്നെ 100 കണക്കിന് വൈദികരും ഒക്കെയുള്ള ഒരു സഭ എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയപരമായ ഒരു തീരുമാനം എടുക്കാൻ ഞങ്ങളും നിർബന്ധിതരാകും. അതുകൊണ്ട് ACP ജയകുമാർ നീതി പാലിക്കണം, സർക്കാർ നീതി പാലിക്കണം, ഇല്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കൂടുതൽ പന്തൽ ഉൾപ്പെടെ നാട്ടിക്കൊണ്ട് അല്ലെങ്കിൽ താൽക്കാലികമായ ടെന്റുകൾ ഒരുക്കിക്കൊണ്ട് കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ വൈദികരും വിശ്വാസികളും ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രത്യേകിച്ച് ശനിയാഴ്ചയാണ്, രാവിലെ വിശ്വാസപരമായ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വൈദികർക്കും വിശ്വാസികൾക്കും കൂടുതലായി എത്താൻ കഴിഞ്ഞില്ല. ഈ സമരം നടക്കുമ്പോൾ പുറത്ത് കാവലുണ്ടായിരുന്ന അൽമായ മുന്നേറ്റ സമിതിയുടെ ആളുകൾ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്നലെയൊക്കെ എത്തിയ ആളുകളെ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ശരി, എറണാകുളം ബസിലിക്കയിൽ ഇപ്പോഴും സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. പോലീസിനെതിരെ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധ മുദ്രാവാക്യമൊക്കെയാണ് അവിടെ ഉയരുന്നത്. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ പങ്കുവച്ചത്.